നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ശ്വാസകോശ അർബുദത്തിനുള്ള നൂതന ചികിത്സാ മാർഗങ്ങളെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. അതിനായി നമുക്കൊപ്പം ചേരുന്നത് കോട്ടയം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ ഓങ്കോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഫ്ലവർ ലിറ്റ് തോമസ് ആണ്. ഡോക്ടർ സ്വാഗതം. ഡോക്ടർ, ശ്വാസകോശ അർബുദം ഇപ്പോൾ കൂടി വരുന്നൊരു സാഹചര്യമുണ്ടോ? അത് എന്തുകൊണ്ടാണ് നമുക്കിപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ കൂടുതലായിട്ടും ഈ ഒരു അസുഖം വരുന്നതിന് കാരണം? നമസ്കാരം. ശ്വാസകോശ അർബുദം നമ്മുടെ കേരളത്തിൽ പുരുഷന്മാരിൽ കാണുന്ന ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന അർബുദമാണ്. ഇത് ഇപ്പോൾ പുരുഷന്മാരിലും സ്ത്രീകളിലും രണ്ടു കൂട്ടരിലും കൂടുതലായി കണ്ടുവരുന്നത്. അതിന്റെ പ്രവണത കൂടി വരികയാണ് ചെയ്യുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ, പുരുഷന്മാരിലുള്ള അർബുദത്തിന്റെ പ്രധാനപ്പെട്ട കാരണം പുകവലി തന്നെയാണ്. സ്ത്രീകളിൽ അർബുദം കൂടാനുള്ള പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് പറയുന്നത്. ഒന്ന്, നമ്മൾ വീടുകളിൽ പാചകം ചെയ്യുമ്പോഴുണ്ടാകുന്ന പുക, അതായത് ഓർഗാനിക് ഫ്യൂവൽസ്, നമ്മൾ വിറക്, ചകിരി, പിന്നെ കേരളത്തിന് പുറത്താണെങ്കിൽ ചാണകം കത്തിച്ച് അതിൽ നിന്നുണ്ടാകുന്ന പുക. രണ്ടാമത് നമ്മുടെ പൊള്യൂഷൻ, നമ്മുടെ വായു മലിനീകരണം. പിന്നെ നമ്മൾ സ്ത്രീകളിൽ കാണാതെ പോകുന്ന ഒരു റിസ്ക് എന്ന് പറഞ്ഞാൽ പാസീവ് സ്മോക്കിംഗ്. അതായത് വീട്ടിലൊരു പുരുഷൻ അല്ലെങ്കിൽ മറ്റൊരാൾ പുകവലിക്കുന്നുണ്ടെങ്കിൽ അവരോട് കൂടെ ജീവിക്കുന്ന സ്ത്രീക്ക് ഈ പുകവലിക്കുന്ന ആളിൽ നിന്നും സമീപത്തിരിക്കുന്നത് കൊണ്ട് ഏകദേശം 30% അവർക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുന്നുണ്ട്. ശരി ഡോക്ടർ, അതോടൊപ്പം തന്നെ എങ്ങനെ ഇത് നമുക്ക് നേരത്തെ തിരിച്ചറിഞ്ഞ് ഇതിന്റെ സൂചനകൾ എന്തെല്ലാമാണ്, ഇതിനെ പ്രതിരോധിക്കാൻ സാധിക്കും? ഏത് ക്യാൻസറും നേരത്തെ തിരിച്ചറിയണമെങ്കിൽ നമ്മൾ സ്ക്രീനിങ് ടെസ്റ്റുകൾ ചെയ്യണം. അതായത് പ്രത്യേകിച്ച് ക്യാൻസറിന്റെ ലക്ഷണങ്ങളൊന്നും ഇല്ലാത്ത നമ്മുടെ പൊതുജനത്തിൽ പ്രത്യേക ടെസ്റ്റുകൾ ചെയ്ത് മാത്രമേ നമുക്ക് ക്യാൻസർ പ്രാരംഭഘട്ടത്തിൽ തിരിച്ചറിയാനുള്ള ഏറ്റവും നല്ല മാർഗം അതാണ്. പക്ഷെ ശ്വാസകോശ ക്യാൻസറിന് നമുക്കൊരു കൂടുതലായിട്ട് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു ഗ്രൂപ്പുണ്ട്. അതായത് പുകവലിക്കുന്ന ആൾക്കാർ. എല്ലാ ജനങ്ങളെയും, പബ്ലിക്കിനെ മുഴുവൻ നമുക്ക് സ്ക്രീൻ ചെയ്യാൻ നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ പഠനങ്ങൾ പ്രകാരം സ്ക്രീനിങ് ഏറ്റവും ഫലവത്തായിരിക്കുന്നത് 55 തൊട്ട് 80 വയസ്സ് വരെയുള്ള ആൾക്കാരിൽ, പ്രത്യേകിച്ച് പുകവലി കൂടുതലായിട്ട് 25 years, അതിന്റെ കണക്കുണ്ട്. കൂടുതലായിട്ട് പുകവലി ഉള്ള ആൾക്കാരിൽ നമ്മൾ റേഡിയേഷൻ കുറവുള്ള ലോഡോസ് CT എന്ന് പറഞ്ഞ ഒരു CT സ്കാൻ ചെയ്യുന്നതിലൂടെ നമുക്ക് പ്രാരംഭഘട്ടത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇതിന്റെ ലങ് ക്യാൻസറിന്റെ, ശ്വാസകോശാർബുദത്തിന്റെ സ്ക്രീനിങ് വ്യാപകമല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ശ്വാസകോശാർബുദം കണ്ടുപിടിക്കുന്ന ഏകദേശം 50 തൊട്ട് 80% വരെ, അതായത് 2 ആൾക്കാരും അഡ്വാൻസ് സ്റ്റേജിൽ, അതായത് ഒന്നുകിൽ 3ാമത്തെ സ്റ്റേജ് അല്ലെങ്കിൽ 4ാമത്തെ സ്റ്റേജ്, അതായത് സിമ്പിൾ ആയിട്ടുള്ള ചികിത്സ കൊണ്ട് നമുക്ക് സുഖപ്പെടുത്താൻ പറ്റാത്ത സ്റ്റേജിലാണ് നമ്മൾ മിക്ക പേഷ്യൻസിനും ശ്വാസകോശാർബുദം കണ്ടുപിടിക്കുന്നത്. ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ശ്വാസകോശാർബുദത്തിന്റെ ലക്ഷണങ്ങൾ ശ്വാസതടസ്സം, ചുമ, ഭാരം കുറയുക, ക്ഷീണം, പിന്നെ മറ്റു സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുമ്പോൾ അതനുസരിച്ച്. ഇതിന്റെ മെയിൻ ലക്ഷണങ്ങൾ ചുമയും ശ്വാസതടസ്സവുമാണ്. ഇത് പുകവലിക്കുന്ന ഒരു മനുഷ്യൻ അയാളുടെ പുകവലി കാരണമാണെന്നോ, അല്ലെങ്കിൽ പുകവലി കൊണ്ട് ശ്വാസകോശത്തിന് കിട്ടുന്ന മറ്റ് കേടുപാടുകൾ, അതായത് എംഫൈസിമ, ബ്രോങ്കിയക്ടാസിസ്, ഇതുപോലെയുള്ള അസുഖങ്ങൾ കാരണമാണെന്നോ ഇയാളത് വ്യാഖ്യാനിച്ചേക്കാം. അതുകൊണ്ട് അതിന് മറ്റെന്തെങ്കിലും അസുഖമോ ഉണ്ടോ എന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനുള്ള കാലതാമസം നമ്മുടെ ജനങ്ങളിൽ സാധാരണമാണ്. ശരി ഡോക്ടർ, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇത് വിവിധ സ്റ്റേജുകൾ കടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഈ ഒരു രോഗം വളരെയധികം സങ്കീർണത ഏറുന്നത് ഏതൊരു സാഹചര്യങ്ങളിലാണ്? ശ്വാസകോശാർബുദത്തിന്റെ നമ്മൾ പ്രാരംഭഘട്ടത്തിൽ കണ്ടുപിടിക്കേണ്ടതിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ, 1ാമത്തെ സ്റ്റേജ് ക്യാൻസർ ആണെങ്കിൽ നമുക്കത് ചെറിയ ചികിത്സകളിലൂടെ തന്നെ അയാൾ സുഖപ്പെട്ടു പോകാനുള്ള ചാൻസ് ഏകദേശം 90%. അതായത് 100 പേരെ ചികിത്സിച്ചാൽ 90% അതിൽ നിന്ന് സുഖപ്പെടും. 2ാമത്തെ സ്റ്റേജ് ആകുമ്പോൾ അത് 60% കുറയും. 3ാമത്തെ സ്റ്റേജ് ആകുമ്പോൾ ഏകദേശം 30% ആകും. 4ാമത്തെ സ്റ്റേജ് ആകുമ്പോൾ അത് 5% താഴെയാകും. ഇതാണ് നമ്മൾ പ്രാരംഭഘട്ടത്തിൽ പറ്റാവുന്നത്രയും നേരത്തെ അത് കണ്ടുപിടിച്ച് ചികിത്സിക്കുന്നതിന്റെ പ്രാധാന്യം. പിന്നെ അതിന്റെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ 1, 2, 3 സ്റ്റേജുകൾ നമ്മൾ പറയുന്നത് അതിന്റെ മുഴയുടെ വലിപ്പവും, മുഴ അടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് കയറി പിടിച്ചിരിക്കുന്ന അവസ്ഥയും, അതുപോലെ പരിസരങ്ങളിലുള്ള കഴലകളിലേക്ക് എത്രമാത്രം വ്യാപിച്ചിരിക്കുന്നു എന്നതും കൂടെ കണക്കിലെടുത്താണ്. 4ാമത്തെ സ്റ്റേജ് നമ്മൾ മെറ്റാസ്റ്റാറ്റിക് സ്റ്റേജ് എന്ന് പറയും. സ്റ്റേജ് 4 എന്ന് പറഞ്ഞാൽ മറ്റ് അവയവങ്ങളിലേക്ക്, ശ്വാസകോശത്തിലുള്ള ക്യാൻസർ കരളിലേക്ക്, തലച്ചോറിലേക്ക്, അസ്ഥികളിലേക്ക് ഇങ്ങനെയൊക്കെ വ്യാപിക്കുന്നതിനെയാണ് 4ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. ശരി ഡോക്ടർ, ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. ചേർത്തലയിൽ നിന്ന് ക്രിസ്തുദാസ് ആണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. നമസ്കാരം.
നമസ്കാരം. നമസ്കാരം. എൻ്റെ ഒരു ഡോക്ടർ നേരത്തെ പറഞ്ഞതുപോലെ നമ്മള് പുകയിൽ നിന്ന് ഒരു ഇതുപോലെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ വീടുകളില് പൊതുവായിട്ട് ഇതുപോലെ ശ്വാസകോശ സംബന്ധമായ അർബുദം വരുവാനുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? അതൊന്ന് വിശദീകരിച്ചാൽ കൊള്ളാമായിരുന്നു. വീടുകളില് നമുക്കിപ്പോഴും നമ്മളുടെ സ്ഥിതി മാറി വരുന്നുണ്ട്. നമ്മൾക്ക് പണ്ട് പ്രത്യേകിച്ച് സാധാരണ വീട്ടിൽ 2 അടുപ്പുകല്ല് കൂട്ടിയുള്ള അടുപ്പായിരുന്നു. അപ്പോൾ അതിലുള്ള പുകയെല്ലാം അടുക്കളയിലേക്ക് തന്നെ തള്ളുന്ന ഒരു പ്രവണതയായിരുന്നു. ഇപ്പോൾ നമ്മൾ പുകയില്ലാത്ത അടുപ്പുകൾ വയ്ക്കുന്നുണ്ട്, ബയോഗ്യാസ് പ്ലാന്റുകൾ വയ്ക്കുന്നുണ്ട്. നമ്മൾ കുറേ ആൾക്കാർ LPG ഗ്യാസിലേക്ക് സ്വിച്ച് ഓവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പരിധി വരെ നമ്മൾ ഓർഗാനിക് ഫ്യൂവൽസ്, അതായത് നമ്മുടെ വീടുകളിൽ വിറക് കത്തിച്ചുണ്ടാകുന്ന പുകകൾക്ക് ഒരു പരിധി വരെ നമ്മൾ ശമനം വരുത്തിയിട്ടുണ്ടെന്ന് പറയാം. ഇപ്പോൾ മെയിൻലി കിടക്കുന്നത് നമ്മുടെ എയർ പൊല്യൂഷൻ ആണ്, വായു മലിനീകരണവും പാസീവ് സ്മോക്കിംഗ്, അതായത് കൂടെ ജീവിക്കുന്ന ആൾക്കാർ പുക വലിച്ചുണ്ടാകുന്ന റിസ്ക്. ഇപ്പോൾ പണ്ട് ഏകദേശം ഒരു 10-15 വർഷം മുമ്പ് 90% ആൾക്കാരും പുക വലിക്കുന്നവരിലായിരുന്നു ശ്വാസകോശാർബുദം കണ്ടുവരുന്നത്. ഇപ്പൊ ഏകദേശം 20-25% പുക വലിക്കാത്ത ആൾക്കാരും ശ്വാസകോശാർബുദം കൂടിയിട്ടുണ്ട്. ശരി ഡോക്ടർ, പ്രേക്ഷകന് വ്യക്തമായി കരുതുന്നു. ഡോക്ടർ, അതോടൊപ്പം തന്നെ ഈ ഒരു രോഗത്തിൻ്റെ ചികിത്സാ മാർഗങ്ങളിലേക്ക് വരുമ്പോൾ എന്തെല്ലാമാണ് ഇതിൻ്റെ ചികിത്സാ രീതികൾ? പൂർണ്ണമായും നമുക്കിതിനെ ചികിത്സിച്ച് ഭേദമാക്കാനാകുമോ? 3 തരത്തിലുള്ള ചികിത്സകളാണ് ശ്വാസകോശ ക്യാൻസറിന് നമ്മൾ അവലംബിക്കുന്നത്. 1 സർജറി, 2 റേഡിയേഷൻ, 3 ശ്വാസകോശാർബുദത്തിനുള്ള മരുന്നുകൾ. 1ാമത്തെ സ്റ്റേജ് ആണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മിക്ക പേഷ്യൻസിനെയും നമുക്ക് സുഖപ്പെടുത്തി ഭേദമാക്കാൻ കഴിയും. 2ാമത്തെ സ്റ്റേജിൽ ഓപ്പറേഷൻ ആണ് അതിന്റെ ചികിത്സാ രീതി. ഇനി പേഷ്യന്റ് ഒരുപാട് പ്രായാധിക്യം മൂലമോ അല്ലെങ്കിൽ മറ്റ് അവശതകൾ മൂലമോ ഓപ്പറേഷൻ സാധ്യമല്ല എന്ന് ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടർ പറഞ്ഞാൽ നമുക്ക് 2ാമത് അവലംബിക്കാൻ പറ്റുന്നത് റേഡിയേഷനാണ്. റേഡിയേഷനിൽ നമുക്ക് നൂതന മാർഗങ്ങളുണ്ട്. സ്റ്റീരിയോഗ്യാസ്, BRL, SBRT, സ്റ്റീരിയോടാക്ടിക് ബോഡി റേഡിയേഷൻ തെറാപ്പി. അതായത് ട്യൂമറിന് മാത്രം, ബാക്കി ചുറ്റുമുള്ള നോർമലായിട്ടുള്ള കോശങ്ങൾക്ക് അധികം റേഡിയേഷൻ ഏൽക്കാതെ ട്യൂമറിന് മാത്രം ഫോക്കസ് ആയിട്ടുള്ള റേഡിയേഷൻ, വളരെ കുറച്ച് 1 തൊട്ട് 5 വരെയുള്ള ഫ്രാക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് റേഡിയേഷൻ കൊടുത്ത് തന്നെ ഏകദേശം ഒരേ റിസൾട്ട് തന്നെ ഏർലി സ്റ്റേജിന് നമുക്ക് ക്യൂർ എത്തിപ്പെടാൻ പറ്റുന്നതാണ്. 2ാമത്തെ സ്റ്റേജ് വരുമ്പോൾ റേഡിയേഷൻ ഓപ്പറേഷൻ കൊണ്ട് മാത്രം നമുക്ക് രോഗിയെ ക്യൂർ ചെയ്യാനുള്ള സാധ്യതകൾ കുറവാണ്. അപ്പോൾ നമ്മൾ ബാക്കി മരുന്നുകൾ ഉപയോഗിക്കും. മരുന്നുകൾ മെയിൻലി 3 തരമാണുള്ളത്. കീമോതെറാപ്പി, നമ്മൾ വളരെ കാലം മുമ്പ് തന്നെ നമ്മൾ കണ്ടുപിടിച്ച മരുന്നുകൾ. കീമോതെറാപ്പിയാണ് ബേസിക് ഡ്രഗ്സ് ക്യാൻസറിന്റെ. പിന്നെയുള്ളത് ഈ പേഷ്യന്റിന്റെ ജനിതക ഘടനയിൽ എന്ത് വ്യത്യാസം വന്നതുകൊണ്ടാണ് ഈ ട്യൂമർ, ഇങ്ങനെ ഒരു ക്യാൻസർ ഈ പേഷ്യന്റിന് വന്നത്. അതിന് നമ്മൾ ആദ്യമേ തന്നെ ഈ പേഷ്യന്റിന്റെ ബയോപ്സി പരിശോധന ചെയ്യുമ്പോൾ തന്നെ ജനറ്റിക് ടെസ്റ്റിംഗ് ചെയ്യും. ജനിതക ഘടനയിലുള്ള വ്യത്യാസങ്ങൾ പരിശോധിക്കും. അതിൽ ഏതെങ്കിലും നമുക്ക് മരുന്ന് കൊടുത്ത് ആ മ്യൂട്ടേഷനെ ഒപ്പോസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ്, അതിനെയാണ് ടാർഗറ്റഡ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതിന്റെ മിക്കവാറും അത് ടാബ്ലറ്റ്സ് ആയിരിക്കും. 3ാമത്തേത് ഈ നമ്മുടെ രോഗിയുടെ പ്രതിരോധ കോശങ്ങൾക്ക് ഈ ക്യാൻസറിനെ എത്രമാത്രം ചെറുത്ത് നിൽക്കാനുള്ള കഴിവുണ്ടെന്ന് നോക്കും. അതിലെന്തെങ്കിലും ഡിഫക്റ്റ് കണ്ടുപിടിച്ചാൽ നമുക്ക് അതിന് ഇമ്മ്യൂണോതെറാപ്പി ഉണ്ട്. ഈ 3 മെഡിസിൻസ് ആണ് നമ്മൾ സർജറി കഴിഞ്ഞിട്ട് അത് സ്റ്റേജും തിരിച്ചു വരാനുള്ള റിസ്ക്കും അനുസരിച്ചായിരിക്കും നമ്മൾ സർജറി കഴിഞ്ഞിട്ട് 2nd സ്റ്റേജിൽ മെഡിസിൻ ഏതാണ് മരുന്ന് കൊടുക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. 3ാമത്തെ സ്റ്റേജിൽ മിക്ക പേഷ്യൻസിനും ഓപ്പറേഷൻ പറ്റാറില്ല. അതിന് കാരണം 3ാമത്തെ സ്റ്റേജിൽ മിക്ക പേഷ്യൻസിനും മീഡിയാസ്റ്റെനത്തിൽ, അതായത് നമ്മുടെ ഹൃദയത്തിന്റെ പരിസരങ്ങളിൽ കഴലകൾ ഉണ്ടാവും. അത് സർജന് എടുത്തു മാറ്റുവാൻ പാടാണ്. തന്നെയല്ല ആ പേഷ്യൻസിന് സർജറി ചെയ്യുന്നതുകൊണ്ട് പഠനങ്ങൾ പ്രകാരം വലിയ അഡ്വാൻറ്റേജ് കാണുന്നില്ല. അതുകൊണ്ട് അതൊരു എപ്പോഴും ഒരു ക്ലിനിക്കൽ ഡിസിഷൻ ആയിരിക്കും. പല ഡോക്ടർമാർ, പല വിഭാഗത്തിലുള്ള ഡോക്ടർമാർ കൂടി ചേർന്ന് ഒരു ട്യൂമർ ബോർഡ് ഉണ്ടാക്കി ആ ട്യൂമർ ബോർഡിന്റെ ഡിസിഷൻ അനുസരിച്ചായിരിക്കും. ചെറിയൊരു ലിമിറ്റഡ് ബർഡനെ ഉള്ളെങ്കിൽ നമ്മൾ ഓപ്പറേഷന് മുമ്പ് കീമോ കൊടുത്തിട്ട് ട്യൂമർ നന്നായിട്ട് റെസ്പോണ്ട് ചെയ്താൽ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി ട്രീറ്റ്മെന്റിലേക്ക് പോകും. അല്ല ഒരുപാട് കഴലുകളിലേക്കൊക്കെ വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പറേഷൻ ഒരു പ്രതിവിധിയായി സ്വീകരിക്കാറില്ല. ആ പേഷ്യന്റിന് കീമോതെറാപ്പിയും കൂടെ റേഡിയേഷനും കൊടുക്കും. അതിനുശേഷം 1 വർഷത്തോളം, ഇമ്മ്യൂണോതെറാപ്പി ആണെങ്കിൽ 1 വർഷത്തോളവും, അല്ല ഗുളികകളാണെങ്കിൽ ലൈഫ് ലോങ്, അല്ലെങ്കിൽ ട്യൂമർ പ്രോഗ്രസ് ചെയ്യുന്നത് വരെയും കണ്ടിന്യൂ ചെയ്യുന്നതാണ്. 4ാമത്തെ സ്റ്റേജ് ആണെങ്കിൽ നമുക്ക് മരുന്നുകളായിരിക്കും പ്രധാനപ്പെട്ട ചികിത്സയായി വരുന്നത്. ശരി ഡോക്ടർ, ഒരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അയ്മനത്ത് നിന്ന് ബാബു ആണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ,
ഞാൻ 10-20 വർഷം ഈ കോടം ട്രാഫിക്കിലായിരുന്നു. ഈ പുകയെല്ലാം കൂടെ ഭയങ്കര പുകയുള്ള ഒരു കാലമാണ്. എനിക്കിപ്പം റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് എനിക്ക് ഭയങ്കര ചുമയാണ്. അത് നീണ്ടു നിൽക്കുന്ന ചുമ. ഒത്തിരി 15 ദിവസത്തിൽ കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ അത് TBയിലൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞു. ഇതുവരെയായിട്ടും കൊടുത്തിട്ടില്ല. പക്ഷെ എനിക്ക് വന്ന അങ്ങ് പോയല്ല. ഭയങ്കര ചുമയെന്ന് പറഞ്ഞാൽ അന്നേരം ഞാൻ തന്നെ ഓർക്കും എനിക്കൊരു വലിയ രോഗമുണ്ടെന്ന്. പക്ഷെ ആ ഡിപ്പാർട്ട്മെന്റിൽ ഇരുന്നപ്പം തന്നെ ഞാൻ ശ്വാസകോശത്തിന്റെ ഇത് ടെസ്റ്റൊക്കെ നടത്തിയതാണ്. അന്നേരം ഒന്നും കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്. എനിക്കിപ്പം ഭയങ്കര എന്റെ ഡോക്ടറെ എനിക്ക് ചുമയങ്ങ് മാറിയേല. ഒരു മാസമൊക്കെ 1.5 മാസമൊക്കെ നിൽക്കും. ചുമക്കുന്നതൊക്കെ എന്ത് പാടാന്നറിയാം. ഭയങ്കര തൊണ്ടയ്ക്കൊക്കെ തൊണ്ടയ്ക്കോ എന്തോ അകത്തെന്തോ വേദനയാണ്. ഡോക്ടറെ കണ്ടിട്ട് എത്ര നാളായി? ഞാനിപ്പോ പെൻഷനായി ഡോക്ടറെ. ഞാനിപ്പോ ഒരു 10-12 വർഷമായി. അന്ന് ആ ഡിപ്പാർട്ട്മെന്റിൽ ഇരുന്നപ്പോ ഒന്ന് ചെക്ക് ചെയ്താ. പക്ഷെ എനിക്ക് ഇന്ന് അതിന്റെ ഞാൻ ഡോക്ടറെ കണ്ടിട്ട് 2 ആഴ്ചയിലധികം വരുന്ന ചുമ എങ്ങനെയാണെങ്കിലും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അതിന്റെ കാരണം എന്താണ് എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. എല്ലാ ചുമയുടെയും കാരണം ക്യാൻസർ അല്ല. ഒരു 90-95% ആൾക്കാർക്കും ചുമ വരുന്നത് ക്യാൻസർ കൊണ്ടല്ല. അത് മറ്റു കാരണങ്ങൾ നിങ്ങൾ തന്നെ പറഞ്ഞു. കൂടുതൽ പൊടിയടിച്ചു, അതിന്റെ അലർജിക് ബ്രോങ്കൈറ്റിസ് ആകാം, മറ്റ് ശീലങ്ങളുണ്ടെങ്കിൽ അതിൻ്റെതായ ശ്വാസകോശത്തിന് കേടുപാടുകൾ തട്ടുന്നതാവാം. അത് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അതിന്റെ ടെസ്റ്റുകൾ ചെയ്താൽ മാത്രമേ ഇതിന്റെ കാരണം എന്താണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ശരി ഡോക്ടർ, പ്രേക്ഷകന് വ്യക്തമായെന്ന് കരുതുന്നു. ഡോക്ടർ, ഈ കീമോ അല്ലാതെ മറ്റു മാർഗങ്ങൾ എന്തെല്ലാമാണ് നമുക്ക് ഈ ചികിത്സാ മാർഗങ്ങളിൽ പെടുന്നത്? ശ്വാസകോശ ക്യാൻസറിന് ഞാൻ പറഞ്ഞു 4ാമത്തെ സ്റ്റേജ് ആണെങ്കിൽ നമുക്ക് ഒരു സുഖപ്പെടുത്താനുള്ള ചാൻസ് 5%. അത് എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ പഠനങ്ങളെല്ലാം നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ജനിതക വ്യതിയാനങ്ങളിലാണ്. പേഷ്യന്റിന് ഏത് ജനിതക വ്യതിയാനം വന്നതുകൊണ്ടാണ് ഈ ട്യൂമർ ഇങ്ങനെ വളരാൻ കാരണമായത്, ഡ്രൈവർ മ്യൂട്ടേഷനുകൾ. ആ ജനിതക വ്യതിയാനം കണ്ടുപിടിക്കുന്ന ടെസ്റ്റുകളുണ്ട്. ബയോപ്സി എടുക്കുമ്പോൾ തന്നെ അതിന്റെ വർക്കപ്പിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ആ ബയോപ്സി അതിന്റെ മൾട്ടി ജീൻ പാനൽ എന്ന് പറയും. ഒരു അറേ ഓഫ് പാനലുണ്ട്. 12, 20, 52 മൾട്ടിപ്പിൾ പാനൽസ് ഉണ്ട്. ആ പാനൽ ചെയ്തിട്ട് അതിലൊരു 4-5 എണ്ണം നമുക്ക് മരുന്ന് കൊടുത്ത് നമുക്ക് അതിന്റെ ഓവർ എക്സ്പ്രഷൻ, അതായത് ഈ മ്യൂട്ടേഷൻ, ഈ ജനിതക വ്യതിയാനം വരുന്നത് കൊണ്ടാണ് ഈ ട്യൂമർ ഇങ്ങനെ ഗ്രോ ചെയ്യുന്നത്. അപ്പൊ അതിനെ ഇൻഹിബിറ്റ് ചെയ്യാനുള്ള മെഡിസിൻസ് നമുക്ക് അവൈലബിൾ ആണ്. അതിനാണ് ടാർഗറ്റഡ് തെറാപ്പി എന്ന് പറയുന്നത്. ടാർഗറ്റഡ് തെറാപ്പിയുടെ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രത്യേക ടാർഗറ്റ് നമ്മൾ കണ്ടുപിടിച്ചാൽ അതിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ചില പേഷ്യൻസ് വർഷങ്ങൾ, നമ്മൾ ഈ 5% നമ്മൾ പറഞ്ഞാലും വർഷങ്ങൾ ഈ ഡ്രഗിൽ ലൈഫ് ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രൊലോങ് ചെയ്യുന്ന പേഷ്യൻസ് ഉണ്ട്. രണ്ടാമതുള്ളത് ഇമ്മ്യൂണോതെറാപ്പിയാണ്. അതെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇമ്മ്യൂണോതെറാപ്പി കൊണ്ട് മീൻ ചെയ്യുന്നത് പേഷ്യന്റിന്റെ, അതായത് രോഗിയുടെ സ്വയം പ്രതിരോധ ശക്തിയെ കൊണ്ട് ഉള്ള കഴിവ് അവർക്ക് തിരിച്ചു കൊടുക്കുക. ഇതാണ് ഇമ്മ്യൂണോതെറാപ്പി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരി ഡോക്ടർ, അതോടൊപ്പം തന്നെ ഒരു കുടുംബത്തിലെ ഒരാൾക്ക് ലങ് ക്യാൻസർ വന്നാൽ മറ്റ് കുടുംബാംഗങ്ങൾ അത് പരിശോധിക്കേണ്ടതുണ്ടോ? ശ്വാസകോശ അർബുദത്തിന് ജനറ്റിക് റിസ്ക്, അതായത് ഇപ്പൊ നമ്മൾ മാർലെ ക്യാൻസർ എന്ന് പറയും, അണ്ടാശയ ക്യാൻസർ എന്ന് പറയും, ഒരു ഡയറക്റ്റ് ലിങ്ക് ഉണ്ട്. വീട്ടിലെ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സിന്, അമ്മയ്ക്ക് അല്ലെ സഹോദരങ്ങൾക്ക് വന്നാൽ ആ വീട്ടിലുള്ള ബാക്കി ആൾക്കാർക്കും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ശ്വാസകോശ അർബുദത്തിന് അങ്ങനെ ഒരു ഡയറക്റ്റ് ലിങ്ക് ഇല്ല. ഒരു 15q മ്യൂട്ടേഷൻ അങ്ങനെ വളരെ റെയറായിട്ട് ഫാമിലീസിൽ റൺ ചെയ്യാറുള്ളൂ. പിന്നെ കാണുന്നത് ഈ സ്മോക്കിംഗ് എന്നുള്ള ഹാബിറ്റ് ഉണ്ടെങ്കിൽ ഈ ഫാമിലിയിൽ റൺ ചെയ്യുന്ന ഏതെങ്കിലും ഒരു മൈനർ വേരിയേഷൻ അത് ആക്ടിവേറ്റഡ് ആവാം. ഡയറക്റ്റ് കോസ് പാരമ്പര്യ ഘടകമായിട്ട് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ശരി ഡോക്ടർ, അതോടൊപ്പം തന്നെ ചികിത്സാ രീതികൾ പലതരത്തിലുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ എല്ലാം പാർശ്വഫലങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? എല്ലാ ചികിത്സാ രീതിക്കും അതിന്റെ പാർശ്വഫലങ്ങളുണ്ട്. അതിന്റെ മെച്ചവും പാർശ്വഫലങ്ങളും കൂടെ രണ്ടും പരിഗണിച്ചിട്ട് മാത്രമേ നമുക്കൊരു പേഷ്യന്റിനെ ഒരു ചികിത്സാ രീതി വിധിക്കാൻ പറ്റുകയുള്ളൂ. ഇപ്പം കീമോതെറാപ്പി നമ്മുടെ പൊതുജനത്തിന് ഏറ്റവും പേടിയുള്ള കാര്യം. ബേസിക് റീസൺ അവർ ഏറ്റവും വറി ചെയ്യുന്ന കാര്യം മുടി പൊഴിച്ചിലാണ്. പിന്നെ കൗണ്ട് കുറയും, വായിൽ ചിലപ്പോൾ തൊലി പോകാം, വയറിളക്കം, ഇങ്ങനെ കുറെ സൈഡ് എഫക്ട്സ് ആണ് കീമോതെറാപ്പിക്കുള്ളത്. അത് മിക്കവർക്കും അത് പരിചിതമായിട്ടുള്ളതാണ്. പിന്നെ നമുക്കുള്ള ഒരു കൺസെപ്റ്റ് ഇമ്മ്യൂണോതെറാപ്പിക്ക് സൈഡ് എഫക്റ്റ് ഇല്ല എന്നാണ്. അങ്ങനെയല്ല, ഇമ്മ്യൂണോതെറാപ്പിക്ക് അതിൻ്റെതായ പാർശ്വഫലങ്ങളുണ്ട്. പക്ഷെ ഒരു കീമോതെറാപ്പിയിൽ നിന്നും വ്യത്യസ്തമായ പാർശ്വഫലങ്ങളാണ് നമുക്ക്.
അതായത് പേഷ്യന്റിന് ഒരു മുടി പൊഴിച്ചിലോ ഒന്നും ഉണ്ടാവില്ല. ചില പേഷ്യൻസ് ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ പേഷ്യന്റിന്റെ പ്രതിരോധ കോശങ്ങളെ ഉജ്ജീവിപ്പിക്കുകയാണ്. അപ്പൊ പ്രതിരോധ കോശങ്ങളെ ഉജ്ജീവിപ്പിക്കുമ്പോൾ ചിലപ്പോൾ അത് ഓവർ ആക്റ്റീവ് ആകും, നമ്മുടെ അനിയന്ത്രിതമായ ഉജ്ജീവനമായി പോകാം. അങ്ങനെ വരുമ്പോൾ അത് സ്വന്തം സെൽസിനെ നശിപ്പിക്കുക. അതുപോലെ മറ്റ് പല സ്ഥലങ്ങളിലും ബാക്കി നോർമലായിട്ടുള്ള ടിഷ്യൂസിൽ, അതായത് ലങ്ങില്, ശ്വാസകോശത്തില്, കുടലില് ഒക്കെ വീക്കം വരും. അപ്പൊ പേഷ്യന്റിന് യൂഷ്വലി വരുന്ന ചർമ്മത്തില് ചൊറിച്ചിൽ വരാം, പാടുകൾ വരാം, പിന്നെ ക്ഷീണം വരാം, കൂടുതലായിട്ട് ക്ഷീണം വരാം, വയറിളക്കം വരാം, ശ്വാസം മുട്ടൽ വരാം. എല്ലാം വരുന്നില്ല. ഒരു 10% ആൾക്കാർക്ക്, വളരെ കൂടിയ ഗ്രേഡിൽ 5% ആൾക്കാർക്ക് മാത്രമേ വരികയുള്ളൂ. പക്ഷെ കീമോതെറാപ്പിക്ക് വരുന്ന മുടി കൊഴിച്ചില്, കൗണ്ട് കുറയുക, ഇങ്ങനെയുള്ള സൈഡ് എഫക്ട്സ് ഒന്നും ഇമ്മ്യൂണോതെറാപ്പിക്ക് വരില്ല. ബാക്കി 80-90% ആൾക്കാർക്കും ഇമ്മ്യൂണോതെറാപ്പി കാര്യമായ അവരുടെ ലൈഫിനെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ തന്നെ കടന്നു. ടാർഗറ്റഡ് തെറാപ്പി നമ്മളെ ടൈറോസിൻ കൈനേസ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറഞ്ഞ ടാബ്ലറ്റ്സ് ആണ്. അതിനൊരു ഡിഫറൻസ്, വേറൊരു വ്യത്യസ്തതരമായ സൈഡ് എഫക്ട്സ് ആണ് കാണുന്നത്. അതിനും സാധാരണ മുടി കൊഴിച്ചില്, കൗണ്ട് കുറയുക, ഇങ്ങനെയുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടാകാറില്ല. ചിലർക്ക് വായില് തൊലി പോകാം, വായിലും തൊണ്ടയിലും ഒക്കെ തൊലി പോകാം. ചിലർക്ക് വയറിളക്കം വരാം, നഖങ്ങളിൽ വ്യത്യാസം വരാം, കൈവെള്ളയിലും കാൽവെള്ളയിലും തൊലി കട്ടിപ്പിടിക്കാം, അടർന്നു പോകാം. ഇങ്ങനെയുള്ള സൈഡ് എഫക്ട്സ് ആണ്. എല്ലാവർക്കും വരണമെന്നില്ല. കാര്യമായിട്ട് ടാർഗറ്റഡ് തെറാപ്പിയിലും ഒരു 10-15% ആൾക്കാർക്ക് മാത്രമേ സൈഡ് എഫക്ട്സ് മാനിഫെസ്റ്റ് ചെയ്യാം. ശരി ഡോക്ടർ, അതോടൊപ്പം തന്നെ ഈ ഒരു ചികിത്സ ചെയ്യുന്ന ഒരു രോഗിയെ സംബന്ധിച്ച് അവരുടെ ജീവിത ശൈലിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഭക്ഷണക്രമത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ജീവിതശൈലിയിൽ വരുത്തേണ്ട ആദ്യത്തെ വ്യതിയാനം എന്ന് പറഞ്ഞാൽ, ഒരു സ്മോക്കർ ആണെങ്കിൽ സ്മോക്കിംഗ് സെസേഷൻ ആണ്. അത് അവരുടെ അവരുടെ ട്രീറ്റ്മെന്റിന്റെ സൈഡ് എഫക്ട്സ് കുറയ്ക്കും. 2, അത് അവരുടെ വീട്ടിൽ ആരെങ്കിലും സ്മോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കൊരു മോട്ടിവേഷൻ ആയിരിക്കും. നമ്മൾ ഈ സ്മോക്കിംഗ് സെസേഷൻ മിക്ക ഒപിയിലും നമ്മൾ മറന്നുപോകും. പിന്നെ വരുത്തേണ്ടത് അവരുടെ കുറച്ചുകൂടി ഒരു ഹെൽത്തി ഡയറ്റിലേക്ക് വരും. കുറച്ചുകൂടി ഒരു പ്ലാൻ ബേസ്ഡ് ഡയറ്റ്, ജങ്ക് ഫുഡ്സ് ഒഴിവാക്കുക, ഫുഡ് വഴി ഒരു ഇൻഫെക്ഷൻ പിടിപ്പിക്കാതിരിക്കുക, പഴകിയ ഭക്ഷണം കഴിക്കാതിരിക്കുക, ധാരാളം വെള്ളം കുടിക്കുക, ഈസിലി ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. കീമോതെറാപ്പി എടുക്കുന്ന പീരീഡിലാണെങ്കിൽ നമുക്ക് കൗണ്ട് കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പബ്ലിക് പ്ലേസസിൽ അധികം നമ്മൾ മിങ്കിൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ആർക്കെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ കീമോതെറാപ്പി എടുക്കുന്ന പേഷ്യന്റിന്റെ പ്രതിരോധ ശക്തി കുറഞ്ഞിരിക്കുന്നതിനാൽ ഇൻഫെക്ഷൻ പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ വൃത്തിയായിരിക്കുക, ശുചിത്വമാണ് ക്യാൻസർ ചികിത്സ എടുക്കുമ്പോൾ അണുബാധ തടയാനുള്ള ഏറ്റവും വലിയ മാർഗം. ശുചിത്വം കാര്യമായി തന്നെ സൂക്ഷിക്കുക. ശരി ഡോക്ടർ, ഒരു പ്രേക്ഷകൻ കൂടി നമുക്കിപ്പം ചേരുന്നുണ്ട്. ആലപ്പുഴയിൽ നിന്ന് ജയനാണ് ചേരുന്നത്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. ഡോക്ടറെ, എനിക്കാണെങ്കിലേ നമ്മുടെ ഈ വയറിന്റെ ഭാഗത്തായിട്ട് ഇങ്ങനെ ചെറിയ നീർക്കോള് പോലെയും പിന്നെ ഈ സ്മോക്കിംഗ് ഉണ്ട്. അപ്പൊ എനിക്ക് ഇങ്ങനെ ചില സമയങ്ങളിലൊക്കെ ചിലപ്പം വായിക്കാത്തത് ചിലപ്പോ ചോര പോലെ വരും. ചുമച്ചാണോ തുപ്പുന്നത്? ചിലപ്പം ചുമയ്ക്കുന്ന പറഞ്ഞാൽ, അല്ലെങ്കിൽ ചിലപ്പോ ഓക്കാനം പോലൊക്കെ ഇങ്ങനെ ചിലക്ക് വരുവാണെങ്കിൽ ചിലതായിട്ട് ചോര പോലൊക്കെ വരും. ഈ അടിവയറ്റിൽ നീര് വരുമെന്ന് പറഞ്ഞാൽ ചുമയ്ക്കുമ്പോ തള്ളി വരുന്നുണ്ടോ? ഈ ചുമയ്ക്കുമ്പോഴല്ല, ചെറിയൊരു പാട് പോലെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, ചെറിയൊരു ഇത് നമ്മുടെ ഈ വയറിന്റെ മേൽഭാഗത്തായിട്ട് നെഞ്ചിന്റെ ഈ ഭാഗത്ത് തടിപ്പ് പോലെ ഇങ്ങനെ ചെറിയതായിട്ട് ഇങ്ങനെ കാണിക്കും. സ്മോക്കിംഗ് ഒക്കെ ഉണ്ട്. അന്നേരം ഈ ഇടയ്ക്കൊക്കെ ഇങ്ങനെയാണ് ഇരിക്കുമ്പം വല്ലപ്പോഴും സ്മൂളും ഒക്കെ കഴിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ രാവിലെയൊക്കെ ചിലപ്പം വായിക്കോട്ടെ ചെറിയതായിട്ട് ചോര പോലെ ഇങ്ങനെ പൊടിക്കും. അത് ശ്വാസകോശത്തിന് തന്നെ ആകണമെന്നില്ല. താങ്കൾ പറഞ്ഞ ലക്ഷണങ്ങൾ പ്രകാരം എത്രയും വേഗം അടുത്തുള്ള ഒരു ഡോക്ടറെ കാണണം. അത് ബ്ലഡ് വരുന്നത് ശ്വാസകോശത്തിൽ നിന്നാണോ, അന്നനാളത്തിൽ നിന്നാണോ, അതോ വായിൽ തന്നെ ഏതെങ്കിലും വ്രണത്തിൽ നിന്നാണോ എന്നുള്ള കാര്യം നമുക്ക് തിരിച്ചറിയേണ്ടതുണ്ട്. അത് ഡയറക്റ്റ് OPയിൽ വന്നൊരു ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഇത് തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ. ശരി ഡോക്ടർ, പ്രേക്ഷകന് വ്യക്തമായെന്ന് കരുതുന്നു. ഡോക്ടർ, അതോടൊപ്പം തന്നെ ഈ ഒരു ചികിത്സ രീതിയെല്ലാം പൂർത്തിയായതിനു ശേഷം ഒരു ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാൾ ഏതൊരു സമയത്താണ് തിരിച്ച് അയാളുടെ ജോലിയിലേക്ക് പ്രവേശിക്കേണ്ടത്? ഇതിന് സമയത്തിൻ്റെ എന്തെങ്കിലും ക്രമീകരണങ്ങളുണ്ടോ?
സമയത്തിന്റെ ക്രമീകരണങ്ങൾ സ്റ്റേജ് അനുസരിച്ചിരിക്കും. ഒന്നാമത്തെ സ്റ്റേജിൽ സർജറി മാത്രം മതിയായിട്ടുള്ള ഒരു പേഷ്യന്റിന് അധികം സർജറി കഴിഞ്ഞ് അതിന്റെ ടോക്സിസിറ്റിയിൽ നിന്ന് അടുത്ത 1-2 മാസങ്ങൾ കൊണ്ട് അയാൾ റിക്കവർ ചെയ്യും. അത് കഴിയുമ്പോൾ അയാൾക്ക് അയാളുടെ ജോലിയിലേക്ക് പ്രവേശിക്കാം. പിന്നെ വലിയ ഹെവി വർക്ക്, ഇപ്പം തടിപ്പണി, അങ്ങനെ ലോഡിങ് അൺലോഡിങ് അങ്ങനെയുള്ള വർക്കുകൾ യൂഷ്വലി ഞങ്ങൾ റെസ്ട്രിക്ട് ചെയ്യാറുണ്ട്. കാരണം അവിടെ ലങ് കപ്പാസിറ്റിയൊക്കെ സാധാരണയിലും ഇത്തിരി കുറവായിരിക്കും. അല്ലാതെ ബാക്കി മെഡിസിൻസ്, മരുന്നുകൾ വേണ്ട പേഷ്യൻസിന്, കീമോതെറാപ്പി ആണെങ്കിൽ കീമോതെറാപ്പി കഴിഞ്ഞ് അതിന്റെ കൗണ്ടൊക്കെ റിക്കവർ ചെയ്ത് കഴിഞ്ഞിട്ട് പേഷ്യന്റ് ജോലിയിൽ പ്രവേശിക്കാം. കീമോതെറാപ്പി രണ്ടാമത്തെ സ്റ്റേജ് ആണെങ്കിൽ യൂഷ്വലി ഒരു 4 കോഴ്സ് ഒരു 3-4 മാസം കൊണ്ട് കഴിയും. റേഡിയേഷൻ ഉണ്ടെങ്കിൽ അടുത്ത ഒരു 1-2 മാസം കൊണ്ട് കഴിയും. ഏകദേശം ഒരു 6 മാസം എന്ന് കണക്ക് കൂട്ടാം. അല്ല, ഇമ്മ്യൂണോതെറാപ്പി എടുക്കാനാണെങ്കിൽ 2-മത്തെയോ 3-മത്തെയോ സ്റ്റേജ് ആണെങ്കിൽ 1 വർഷമാണ്. ഇമ്മ്യൂണോതെറാപ്പി എടുക്കുന്ന ഫേസിലും ഒരു റെസ്ട്രിക്റ്റഡ് വർക്ക്, അതായത് ഓഫീസ് വർക്കോ അധികം പൊടിയൊന്നും ഇല്ലാത്ത വർക്കുകൾ, ഒരു മോഡറേറ്റ് ലെവൽ ഓഫ് വർക്ക് പേഷ്യന്റിന് ചെയ്യുന്നതിന് ഞങ്ങൾ റെസ്ട്രിക്ഷൻസ് വെക്കാറില്ല. ടാർഗറ്റഡ് തെറാപ്പി പേഷ്യന്റിന്റെ സൈഡ് എഫക്ട് പ്രൊഫൈൽ അനുസരിച്ചാണ് നമ്മൾ തീരുമാനിക്കുന്നത്. കാര്യമായി സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാത്ത പേഷ്യൻസ്, ഈവൻ 4-മത്തെ സ്റ്റേജ് ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ പോലും അവരുടെ റുട്ടീൻ വർക്ക് ഡ്രഗ് കഴിച്ചുകൊണ്ട് തന്നെ റുട്ടീൻ വർക്ക് കണ്ടിന്യൂ ചെയ്യുന്ന പേഷ്യൻസും ഉണ്ട്. ശരി ഡോക്ടർ, അതോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രായപരിധി എന്തെങ്കിലും കണക്കിലാക്കപ്പെടുന്നുണ്ടോ? ഈ രോഗം വരുന്നതിന് ഇത്ര പ്രായം എന്നെന്തെങ്കിലും കുട്ടികളിൽ വരുന്നോ ഈ രോഗം? കുട്ടികളിൽ എന്നതിലുപരി യുവാക്കളിൽ കുറച്ച് ഉള്ള ഇൻസിഡൻസ് ഈ ഇടയായിട്ട് കൂടുന്നുണ്ട്. പണ്ട് നമുക്കൊരു 60-70 വയസ്സാകുമ്പോഴായിരുന്നു ആ പ്രായം ഒരു 40-50 വയസ്സുകളിലേക്ക് താന്നിട്ടുണ്ട്. അത് നമ്മുടെ എയർ പൊല്യൂഷൻ ആയിരിക്കാം, ഇൻഡോർ പൊല്യൂഷൻ ആയിരിക്കാം, സ്മോക്കിംഗ് ഹാബിറ്റ്സ് ചേഞ്ച് ചെയ്തതാവാം. കുട്ടികളിൽ ലങ് ക്യാൻസർ കൂടുന്നതായിട്ടുള്ള ഡേറ്റ ഇതുവരെ കണ്ടത്. ശരി ഡോക്ടർ, അതോടൊപ്പം തന്നെ നമ്മൾ ചികിത്സാ മാർഗങ്ങളെക്കുറിച്ചെല്ലാം പറഞ്ഞു. ഈ നൂതന ചികിത്സാ മാർഗങ്ങളിൽ ചെലവ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ ചെലവ് എങ്ങനെയാണ് നമ്മൾക്ക് അതിൻ്റെ കാര്യങ്ങളെല്ലാം വരുന്നത്? നൂതന ചികിത്സാ മാർഗങ്ങൾ, ഒന്ന് റേഡിയേഷനിൽ ഞാൻ പറഞ്ഞു SBRT, അതായത് ട്യൂമറിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള റേഡിയേഷൻ. അതിന് നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റേഡിയേഷൻ മെഷീൻ ആവശ്യമാണ്. അത് നമുക്ക് പ്രൈവറ്റ് സെക്ടറിൽ ലക്ഷങ്ങളുടെ വില വരുന്ന ചികിത്സയാണ്. ഗവൺമെന്റ് സെക്ടറിൽ നമുക്ക് നൂതനമായ മെഷീൻ അവൈലബിൾ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ നമുക്ക് SBRT അഡ്വാൻസ്ഡ് റേഡിയേഷൻ കൊടുക്കാൻ സാധിക്കും. പിന്നെയുള്ള ഇമ്മ്യൂണോതെറാപ്പിയാണ്. ഇമ്മ്യൂണോതെറാപ്പി പുതിയ മരുന്നുകൾ നമുക്ക് ഇപ്പോൾ ഒരു ഇന്ത്യൻ ബ്രാൻഡ് വന്നിട്ടുണ്ട്. ഈയിടയ്ക്കാണ് ഫസ്റ്റ് ഇമ്മ്യൂണോതെറാപ്പിയുടെ പേറ്റൻസി കഴിഞ്ഞത്. ഇന്ത്യൻ ബ്രാൻഡ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ പേഷ്യൻസിന് അത് അവൈലബിൾ ആകുമെന്ന്, ആക്സസിബിൾ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ടാർഗറ്റഡ് തെറാപ്പി ആദ്യമേ വന്ന ഡ്രഗ്സ് എല്ലാം നമുക്ക് പേഷ്യൻസിന് താങ്ങാൻ പറ്റുന്നത്. മാസം ഒരു 2500-3000 രൂപയിൽ തന്നെ നമുക്ക് കിട്ടുന്ന കുറച്ച് മെഡിസിൻസ് ഉണ്ട്. പുതിയ മരുന്നുകളൊക്കെ നമ്മുടെ സാധാരണ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വരുന്ന സാധാരണ ഇൻകം ഉള്ള ഒരു ആൾക്ക് താങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അവർക്കുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ക്ലിനിക്കൽ ട്രയൽസ്, അതായത് പുതിയ മരുന്നുകൾ നമ്മുടെ പേഷ്യൻസിൽ എത്രമാത്രം വർക്ക് ചെയ്യുന്നു എന്നുള്ള ക്ലിനിക്കൽ ട്രയൽസ്. ആ ക്ലിനിക്കൽ ട്രയൽസ് കുറച്ചുകൂടെ നമുക്ക് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലേക്ക് കൊണ്ടുവന്നാൽ പുതിയ മരുന്നുകൾ നമ്മുടെ രോഗികൾക്ക് കുറച്ചുകൂടെ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നു. ശരി ഡോക്ടർ, ശ്വാസകോശ അർബുദത്തിനുള്ള നൂതന ചികിത്സാ മാർഗങ്ങളെക്കുറിച്ചാണ് ഹലോ ഡോക്ടറിൽ സംസാരിച്ചത്. ഇന്ന് നമുക്കൊപ്പം വിവരങ്ങൾ പങ്കുവച്ചത് കോട്ടയം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ ഓങ്കോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഫ്ലവർലി തോമസ് ആണ്. നന്ദി ഡോക്ടർ. ഹലോ ഡോക്ടറിൻ്റെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.